അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വണ്ടിയുടെ അകത്ത് വന്നിരിക്കുന്നത് ഒബ്വിയസ്ലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനവും അതിന് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേനെ വയർലെസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിത് എടുത്തത് ബാങ്കുട്ടിയിൽ നിന്നാണ്. ബാങ്കുട്ടിയിൽ നിന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സാധനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചിട്ട്. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു 1000, 2000, 10,000 രൂപയ്ക്കുള്ളിലുള്ള സാധനങ്ങളാണെങ്കിൽ എടുക്കാൻ വേണ്ടി നോക്കുക. കാര്യം ഷിപ്പിങ്ങിൽ ഒരുപാട് ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ ഡാമേജ് വരില്ല എന്ന് ഉറപ്പുള്ള സാധനം എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും വേറെ ഡാമേജുകളൊന്നുമില്ല. അതുപോലെ തന്നെ അവർ ഷിപ്പ് ചെയ്യുമ്പോൾ വേറെ എക്സ്ട്രാ പ്രൊട്ടക്ഷനൊന്നുമില്ല. ജസ്റ്റ് ഒരു കൊറിയറിൻ്റെ മറ്റേ കവറിലേക്ക് ഇടും, എന്നിട്ട് അയച്ചു തരില്ലാണ്. ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഡാമേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് അങ്ങോട്ട് റിട്ടേൺ അയക്കേണ്ടി വരും. നമ്മുടെ കേസിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിനാണ് കിട്ടിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1700 സംതിങ് എന്തോട്ടെന്ന് തോന്നുന്നു. പേപ്പാലിൻ്റെ ചാർജസ് കഴിഞ്ഞിട്ടുള്ള റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. ഓഫർ വരുമ്പോൾ ഇടയ്ക്ക് ഒരു 1500 വരെയൊക്കെ എന്തോ ലാസ്റ്റ് ടൈം വന്നു. അതിൻ്റെ പുറത്ത് അവരുടെ ഷിപ്പിംഗ് ചാർജ്, ഷിപ്പിംഗ് ഇൻഷുറൻസ്, പിന്നെ പേപ്പാലിൻ്റെ ചാർജ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് റേറ്റ് അറിയില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഞാൻ വണ്ടിയുടെ അകത്ത് നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നത്, അതാകുമ്പോൾ ഒറ്റയടിക്ക് പരിപാടി വീഡിയോയിലാന്ന് വെച്ചിട്ടാണ്. ജസ്റ്റ് നോർമൽ ബോക്സാണ്. ബോക്സിൻ്റെ അകത്ത് വേറെ കഥകളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. അതുപോലെ 2 സാധനങ്ങളാണ് വരുന്നത്. ഇതേ ഇൻസ്ട്രക്ഷൻ മാനുവൽ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2 സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വണ്ടികളിൽ ടൈപ്പ് C ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അഡാപ്റ്റർ ഉപയോഗിക്കാം. നമ്മുടെ വണ്ടിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോർമൽ USB ടൈപ്പ് തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള സ്റ്റെപ്പുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കണക്ഷൻ വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ സാധനം കണക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു വയർ കണക്ട് ചെയ്യിച്ച്, നോർമലി ഞാൻ നേരത്തെ കണക്ട് ചെയ്തിട്ട് വെച്ചാൽ ഈ ഒരു വയറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വളവ് തിരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹമ്പൊക്കെ ചാടിക്കഴിഞ്ഞുമ്പോൾ ഇത് ചിലപ്പോൾ കേബിളൊന്ന് ചെറുതായിട്ട് ഡിസ്കണക്റ്റ് ആവും. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പാട്ട് അല്ലെങ്കിൽ നാവിഗേഷൻ ഉണ്ടെങ്കിൽ അത് പോകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് നോക്കുന്നത്. ഇത് വെച്ച് കഴിയുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ഇതിൽ ഡിസ്കണക്ഷൻ ഇതിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോക്കാണ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് യൂണിറ്റ് ഫുള്ളായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതൊരു ഇത്തിരി എക്സ്പെൻസീവ് ആണ്. എന്നിട്ട് നല്ല ഒരു ക്വാളിറ്റിയുടെ വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വണ്ടിയുടെ അകത്ത് ലൈറ്റ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റിയിൽ ചിലപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവും. നമ്മളിപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു പോപ്പപ്പ് ശരിക്കും പറഞ്ഞാൽ വരേണ്ടതാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ഇതാണ് പറയുന്നത്. ബ്ലൂടൂത്ത് ഇന്ന പോലെ വരുമെന്ന് പറയണം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൾറെഡി ഓണാണ്. നമ്മുടെ ഫോണിൽ പോയിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് കാണിക്കുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കണ്ട വയർലെസ് അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് സാധനം വന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ പെയർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോണിൽ നിന്ന്. ഓക്കെ, പെയർ കൊടുത്തു. ഇപ്പോൾ കണക്ഷൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഫോൺ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് വന്നു. നമുക്ക് അറിയേണ്ടത് ആൻഡ്രോയിഡ് ഓട്ടോ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഓട്ടോയുടെ സിമ്പിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഡിലേ ഉണ്ടാകുന്ന എനിക്കറിയാം. ഓക്കെ, ഇതിനകത്ത് വന്നു. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ വന്നൊരു ചെറിയൊരു ഡിലേ വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ബാക്കിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വയർലെസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും കൂടെ രണ്ടാമത് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് ചെയ്യാൻ നേരത്തെ എനിക്കൊരു കോള് വരാനുണ്ടായി, അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഡിവൈസിനകത്ത് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈയും ബ്ലൂടൂത്തും ഓൺ ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഇത് വീട്ടിലെ വൈഫൈയിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ ഡിസ്പ്ലേ ഒന്ന് ഓണായി വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ഓണായി വന്നു. ഓക്കെ, നമ്മൾ ഇത് റേഡിയോയിലാണ് കിടന്നു വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നോക്കാം. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വയർലെസ് അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് വൈഫൈ നെറ്റ്വർക്കുള്ള, അതിലേക്ക് കണക്റ്റും ആയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇവിടെ വരാനുണ്ട്. ഇവിടെ ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, ബ്ലൂടൂത്ത് ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും കൂടെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റിയൽ ടൈം അറിയാൻ പറ്റും എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ളത് ഇത് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്.
അത്യാവശ്യം നമ്മളെ നോർമൽ വയേർഡ് വെച്ച് നോക്കുമ്പോൾ ഡിലേ ഉണ്ട്. അതേ വന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും പ്രൈം മ്യൂസിക്കാണ് ഞാൻ എടുക്കാറുള്ളത്, അതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വേണ്ട, അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ ഇനി കോപ്പി റൈറ്റ് ഉണ്ടാക്കണ്ട. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ മാപ്പിൽ ഇപ്പോൾ നമുക്ക് സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. മാപ്പും വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് ആപ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ സംഭവമൊക്കെ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മുടെ പോക്കറ്റിലും ഇരിക്കും, നമുക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ. എന്തായാലും ഞാനൊന്ന് ഓടിച്ച് നോക്കി സംഭവങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും ഡിലേ ഒക്കെ ഉണ്ടാകുന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഈ വീഡിയോയിൽ കൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ എവിടെയെങ്കിലൊക്കെ ടെക്സ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം. അപ്പോൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ. എല്ലാ സംഭവങ്ങളും സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫോണും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രൈസിന് ഏകദേശം ഒരു 1700 1800 റേഞ്ചിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ സാധനത്തിന് ചിലപ്പോൾ ഒരു 10,000 രൂപ വരെയൊക്കെ വരാറുണ്ട്. ആ ഒരു പ്രൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഒരു 8-10 രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 12,000 രൂപയ്ക്ക് താഴെയായിട്ടാണ് ഈ ഡിവൈസുകൾ വരുന്നതെന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ ഗാഡ്ജറ്റോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.